ഹായ് ഓൾ. നമ്മുടെ മനസ്സിൽ ഒരു ശീലം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് എന്താണ് ശീലങ്ങൾ? ശീലങ്ങൾ എന്നതൊരു വ്യക്തിയെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ആണ്. നമ്മുടെ 90% ശീലങ്ങളും നമ്മൾ ചിന്തിക്കാതെ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ഭാവിയെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഭാവിയെ മാറ്റണമെങ്കിൽ നമ്മുടെ ശീലങ്ങൾ തന്നെ മാറ്റിയാൽ മതിയാകും. നമ്മുടെ ശീലങ്ങളുടെ ആകെ തുകയാണ് നമ്മുടെ ഈ ജീവിതം. നമുക്ക് നല്ല ശീലങ്ങൾ ആണെങ്കിൽ നല്ല ജീവിതവും മോശം ശീലങ്ങളാണെങ്കിൽ മോശമായ ജീവിതവുമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. 80% പ്രശ്നങ്ങൾക്കും കാരണം ഈ 3 ശീലങ്ങൾ, ഞാനിവിടെ പറയാൻ പോകുന്ന ഈ 3 ശീലങ്ങളാണ്. അതായത് ഒന്നാമത്തേത് നീട്ടിവെക്കൽ. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം നീട്ടിവെക്കുന്നത്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, നാളെ ആകാം, പിന്നീടാകാം, ഇപ്പം മടിയാകുന്നു. നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. നാളെ നീളെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് നാളെ ആരും വരില്ല അത് ചെയ്തു തരാൻ, നമ്മൾ തന്നെ വേണം ചെയ്യാനായിട്ട്. അത് ചെയ്ത് തീർക്കാനുള്ള മടിയാണ് നമ്മളെ അവിടെ തടസ്സപ്പെടുത്തുന്നത്. രണ്ടാമത്തത് വ്യതിചലനം. നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ വ്യതിചലിപ്പിക്കാൻ മൊബൈൽ, സോഷ്യൽ മീഡിയ വളരെ പങ്കുവഹിക്കുന്നുണ്ട്. ഫോക്കസ് കൊണ്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമായ ഗോൾ സെറ്റ് ചെയ്യുകയും നമ്മൾ അതിലേക്ക് കുറച്ച് സമയമെങ്കിലും രാവിലെയും രാത്രിയും അതിനുവേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയും വേണം. മൂന്നാമത്തേത് പ്രേരണ, അതായത് ടെംപ്റ്റേഷൻ. മറ്റുള്ളവരുടെ പ്രേരണ മൂലം നമ്മുടെ നല്ല ശീലങ്ങൾ മാറ്റുന്നത്. മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വശംവദരാകുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന മോശം ശീലമാണ്. ഉദാഹരണമായി, നമ്മൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കുകയും ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിലൊരു ഫംഗ്ഷൻ വരികയും മറ്റുള്ളവർ നമ്മുടെ ഡയറ്റ് ഇന്നത്തേക്ക് മാറ്റുവാൻ പറയുകയും ചെയ്യുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ഓഫീസിൽ ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഒരു ശീലം സൃഷ്ടിക്കാൻ 21 ദിവസം നമ്മൾക്ക് വേണ്ടി വരും. ജീവിതശൈലി സൃഷ്ടിക്കാൻ, അതായത് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ 90 ദിവസവും എടുക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമുക്ക് ബോധപൂർവം നമുക്ക് വേണ്ടാത്ത ശീലത്തെ മാറ്റി വേണ്ടുന്ന ശീലത്തെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഈ റൂളിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഒരു ശീലത്തിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായൊരു പുതിയ ശീലം കൂടി ചേർത്താൽ വളരെ പ്രയാസം കൂടാതെ നമുക്ക് ആ ശീലം നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴുമുള്ള ആ 10 മിനിറ്റ് സമയത്തിൻ്റെ പ്രത്യേകത ഗോൾഡൻ ടൈമാണത്. അബോധ മനസ്സിൽ കൊടുക്കുന്ന അതുപോലെ തന്നെ സ്വീകരിക്കുന്ന ഒരു ടൈമാണത്. നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നുള്ള 10 മിനിറ്റും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ 10 മിനിറ്റും. അത് യൂസ് ചെയ്യുന്നവരെല്ലാവരും വളരെ ലക്കിയായിരിക്കും. അതായത് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ്. നമ്മൾ ആ 10 മിനിറ്റ് സമയം നമ്മുടെ ഗോളിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമ്മുടെ അബോധ മനസ്സിലേക്ക് നമുക്ക് വേണ്ട ഡ്രീം അത് വിഷ്വലൈസ് ചെയ്താൽ നമുക്കത് കിട്ടിയെന്നുള്ള ഫീലിങ്ങിൽ തന്നെ നമ്മൾ ആ ഒരു 10 മിനിറ്റ് സമയം 21 ഡേയ്സ് കംപ്ലീറ്റ് നമ്മളിത് ചെയ്തിരിക്കണം, മടി കൂടാതെ. രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ഉറക്കച്ചടവോടെയുള്ള ആ ടൈമിലും ആ 10 മിനിറ്റ് നമ്മൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ചാടി എഴുന്നേൽക്കാതെ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രീമിനെ കുറിച്ച് ആലോചിക്കുക. അതിൽ വളരെ ഹാപ്പിയായിട്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് ആ ഗോള് കിട്ടി നമ്മളത് നമ്മുടെ കുടുംബവുമായി അത് സെലിബ്രേഷൻ ചെയ്യുന്നതും, നമുക്ക് എന്താണ് നമ്മുടെ ഗോള് അത് നമ്മൾ ആ ടൈമിൽ വിഷ്വലൈസ് ചെയ്യുക. സെയിം പാറ്റേൺ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് നമ്മളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ഗോളിനെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വരാനുള്ള ഒരു മാജിക് ടൈമാണ് നമ്മുടെ ഈ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത്. ആ 10 മിനിറ്റ് യൂസ് ചെയ്തവരെല്ലാം വളരെ ലക്കിയുള്ള ആൾക്കാരാണ്. ഇതറിഞ്ഞതിന് ശേഷവും നമ്മളതിനെ വിലയില്ലാണ്ട് ആക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നുണ്ട്. ബൈ ബൈ, ടേക്ക് കെയർ.